നമസ്കാരം. ഞാൻ ഡോക്ടർ ദീപു രവി. ആറ്റിങ്ങൽ സാന്ത്വന ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഒരു വൃക്ഷത്തിൻ്റെ തായ്തടി പോലെയാണ് നമ്മുടെ നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം എടുക്കുകയാണെങ്കിൽ അവിടെ സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസ് വരുമ്പോൾ നമുക്ക് കഴുത്ത് തിരിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ കൈ ഉയർത്താൻ ബുദ്ധിമുട്ട് വരിക, ഫ്രോസൺ ഷോൾഡർ എന്നുള്ള കണ്ടീഷൻ വരിക, അല്ലെങ്കിൽ കൈകൾക്ക് മരവിപ്പ് വരിക. ഇങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ സെർവൈക്കൽ സ്പൈൻ്റെ ഇഷ്യൂ ആണ്. അവിടെ നമുക്ക് ഡിസ്കുകൾക്ക് ബൾജ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ സെർവൈക്കൽ വെർട്ടിബ്രയ്ക്ക് സ്ഥാനഭ്രംശം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ആ സെർവൈക്കൽ സ്പൈൻ്റെ ഭാഗത്ത് അതിന് സ്വാഭാവികമായി ഉണ്ടായിരിക്കേണ്ട ഷേപ്പിന് വ്യതിയാനം വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഒരു ലോഡോസിസ് അല്ലെങ്കിൽ അകത്തേക്കുള്ളൊരു ചെറിയ വളവ്, ആ വളവ് മിസ്സാകുമ്പോൾ അല്ലെങ്കിൽ സെർവൈക്കൽ സ്ട്രൈറ്റനിങ് എന്നൊരു കണ്ടീഷൻ വരുമ്പോഴാണ് സാധാരണ ഇത് സംഭവിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ നോർമലി ഉണ്ടായിരിക്കേണ്ട ഷേപ്പിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ കൊണ്ടുവരുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ഉടനടി തന്നെ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് പലതിനും പരിഹാരം കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് തൊറാസിക് ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഹൈപ്പർ കൈഫോസിസ് അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ഇങ്ങനെ ഒരു വളവ് വരുമ്പോൾ ശരീരത്തിൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതിനെ നമുക്ക് ഈ അലൈൻമെൻറ്റ് തെറാപ്പി വഴി കറക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ലംബാർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇടുപ്പിൻ്റെ ഭാഗത്തെ അകത്തേക്കുള്ള ലംബാർ ലോഡോസിസ്, അകത്തേക്കുള്ള വളവ് കൂടിപ്പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിക്ക് കുടവേറുണ്ടാവും. കാരണം നേരെ നിൽക്കുമ്പോൾ ആ വ്യക്തി പിറകിലേക്ക് വീഴുന്ന ഒരു ചാഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും ആളുടെ ഒരു പോസ്റ്റർ വരിക. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ വ്യക്തിക്ക് ഒരു കുടവേറ് രൂപപ്പെടുക. കാരണം ശരീരം തന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മസിൽ മാസ് ഫ്രണ്ടിൽ ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ എക്സസൈസ് കൊണ്ടോ മറ്റ് ആഹാര നിയന്ത്രണം കൊണ്ടോ ഒന്നും ഈ വയറ് മാത്രം പോകാറില്ല. അതിന് നമുക്ക് ഈസി ആയിട്ട് ഈ ലോഡോട്ടിക് കർവേച്ചറിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ സാധാരണ ഷേപ്പ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആ ലംബാറിൻ്റെ ഭാഗത്തുള്ള ഡിസ്ക് ബൾജുകൾ കറക്റ്റ് ചെയ്യാൻ എങ്ങനെയാണോ സ്വാഭാവികമായിട്ടൊരു ലംബാർ ഏരിയയിലുള്ള സ്പൈൻ്റെ ഷേപ്പ് വേണ്ടത്, ആ ഷേപ്പിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ കൊണ്ടുവന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാം. ഉദാഹരണത്തിന് ലംബാർ വെർട്ടിബ്രയുടെ ഭാഗം ഇങ്ങനെ ചെറിയൊരു വളവാണ് വേണ്ടതെങ്കിൽ അവിടെ നമ്മൾ സ്ട്രൈറ്റനിങ് ആണ് കാണുന്നതെങ്കിൽ അവിടെ ഡിസ്ക് ബൾജ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആണ് ഈ ഇരിക്കുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആണ് ശരിക്കും ബൾജ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പ്രശ്നം അവിടെ നമുക്ക് പരിഹരിക്കാൻ പറ്റും.